എല്ലാവർക്കും നമസ്കാരം. SSC GDയുടെ പുതിയ എക്സാം വന്നിരിക്കുകയാണ്. 2026 എക്സാമിൻ്റെ ഡേറ്റ് വരെ ഏകദേശം നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീസണിങ്ങിൻ്റെ ക്ലാസ്സുകൾ ഞാൻ 3 ക്ലാസ്സുകൾ ഈ ഒരു സീരീസിൽ എടുത്തിട്ടുണ്ട്. 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഞാൻ ബ്ലഡ് റിലേഷനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറേ പേര് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേര് റീസണിങ്ങിൻ്റെ ക്ലാസ്സിൻ്റെ താഴെ കമൻറ്റ് ചെയ്തു, സാർ നമുക്ക് ബ്ലഡ് റിലേഷൻ ടോപ്പിക് ഒന്ന് പഠിപ്പിച്ച് തരണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. ബ്ലഡ് റിലേഷൻ ടോപ്പിക്ക് ഞാൻ വളരെ സാവകാശം നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഒട്ടും സ്പീഡൊന്നും എടുക്കാതെ വളരെ സാവകാശം പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ബുക്സ് എടുത്ത് കൂടെ ഈ ക്ലാസ്സിനൊപ്പം സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ലൈക്ക് മാത്രമാണ് അക്കാഡമിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൂടാതെ ഞാൻ നിങ്ങളെ 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചോട്ടെ മക്കളെ. നമുക്ക് ഈ ഒരു ക്ലാസ് സീരീസ് മാത്രമല്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതിനോടകം 2021, 2022, 2023, 2024, 25 ഇയറുകളിലെ എല്ലാ SSC GD എക്സാമിൻ്റെയും പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. അതിൽ ആദ്യത്തെ 3 പ്ലേലിസ്റ്റുകൾ വരുന്നത് നമ്മുടെ മെയിൻ ചാനലിലാണ്. ദിശ അക്കാഡമിയുടെ ദിശ SSC RRB എന്ന് പറയുന്ന ഒഫീഷ്യൽ മെയിൻ ചാനലിലാണ് എന്ത് കിടക്കുന്നത്, ആദ്യത്തെ 3 പ്ലേലിസ്റ്റുകൾ കിടക്കുന്നത്. അതുപോലെ ഈ പുതിയ പ്ലേലിസ്റ്റ് SSC GD 2024-25 ഇപ്പോഴത്തെ പ്ലേലിസ്റ്റും നമ്മുടെ ആർമി ചാനലിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് SSC GD എക്സാംസ് എന്താണെന്ന് ചോദിച്ചാൽ ദിശ എന്നല്ലാതെ മറ്റൊരു സൊല്യൂഷൻ ഇല്ല. സർവീസിൽ കയറിയ ഏതൊരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ അവർ മസ്റ്റായിട്ടും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ കണ്ട് പഠിച്ചിട്ടുണ്ട്. ആ സന്തോഷത്തിലാണ് ഞങ്ങളും ഉള്ളത്. അപ്പോൾ ഇപ്രാവശ്യത്തെ എക്സാം ഒരുപാട് പേര് മെഡിക്കൽ ഉൾപ്പെടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത പ്രാവശ്യത്തെ എക്സാം ക്ലിയർ ചെയ്ത് ഈ വർഷം തന്നെ ജോലിക്ക് കയറണമെന്ന് ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദിശ അക്കാഡമി 100% സപ്പോർട്ട് തന്ന് കൂടെ ഉണ്ടാവും. ദിശയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓൺലൈൻ സൊല്യൂഷൻ പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. യാതൊരു പ്രോബ്ലവും ഇല്ല. നിങ്ങൾക്ക് അതിനകത്ത് മെന്റർ സപ്പോർട്ട്, അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ഓർഡറിലുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ എല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ SSC GDയുടെ പുതിയ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുന്നതിന്റെ പ്രത്യേകത, കേരളത്തിനകത്തോ വെളിയിലോ നിങ്ങളുടെ ലൊക്കേഷൻ ഒരു പ്രശ്നമല്ല, എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു മെന്റർ സപ്പോർട്ടോടുകൂടി പഠിക്കാം. ഇനി ഓഫ്ലൈനായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മറക്കണ്ട മക്കളെ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. ദിശ അക്കാഡമി ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, കോഴിക്കോട്, തൃശ്ശൂർ ഇങ്ങനെ 5 പ്ലേസുകളിലായിട്ട് കേരളത്തിൽ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. ഈ ഇൻഫർമേഷൻസ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബ്ലഡ് റിലേഷൻ ആണ് നമ്മുടെ ടോപ്പിക്ക്. എന്താണ് ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞ മക്കളെ എന്താണ് ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിലിയിലുള്ള ബന്ധങ്ങളാണ് അല്ലേ. അപ്പം രക്തബന്ധങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന കുറേ റിലേഷൻഷിപ്പുകളും. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ വരുന്നത്, അതിനെ ഞാൻ കുറച്ച് സിംബൽസ് ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം മക്കളെ. ഇത് ഞാൻ ഒരുപാട് ക്ലാസ്സുകളായിട്ട് എടുത്തിട്ടുള്ള സെയിം ടോപ്പിക് ആട്ടോ. ഒരുപാട് ക്ലാസ്സുകളായിട്ട് ഇതേ കാര്യം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. സിംബൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പിലെ ആളുകളെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില സിംബലുകളാണ്. അപ്പോൾ പ്ലസ് എന്ന് പറയുന്ന സിംബൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മെയിൽസ് അല്ലേ, റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മെയിലും ഉണ്ട്. അതുപോലെ തന്നെ മൈനസ് സിംബൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഫീമെയിലിനെയും റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ മെയില് ഫീമെയിൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. പിന്നെ അടുത്ത റിലേഷൻഷിപ്പ് എന്താണ്, ഡബിൾ ലൈൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ ഡിനോട്ട് ചെയ്യും. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പുകളിൽ നിന്നല്ലേ ബാക്കി എല്ലാ റിലേഷനും ഉണ്ടാകുന്നത്. നമ്മുടെ മമ്മുക്ക പറഞ്ഞിട്ടില്ലേ, ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത്. ശരിയാണോ? ഇനി അതുപോലെ തന്നെ അടുത്ത വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ, ഈ ലൈൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ ഓർ ഡോട്ടർ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ ഉണ്ട്, ബ്രദർ ഓർ സിസ്റ്റർ റിലേഷൻഷിപ്പാണ്. പറഞ്ഞു മനസ്സിലായ മക്കളെ? അപ്പോൾ പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് ഞാൻ കാണിച്ചു. ഇപ്പോൾ അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾ പുരുഷനാണ്, അയാളുടെ വൈഫാണ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തുകൂടെ മക്കളെ. എയ്ക്ക് ഒരു മകനുണ്ട്, അത് ഞാൻ പേരറിയത്തില്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നു. എയ്ക്ക് ഒരു മകള് കൂടിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ബ്രദർ സിസ്റ്റർ അല്ലേ. ഇനി എയുടെ ഫാദർ ആണ് എക്സ്, അപ്പോൾ അത് ഇങ്ങനെ അല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. ബിയുടെ മദറാണ് എം, ബിയുടെ മദറാണ് എം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ റിലേഷൻഷിപ്പുകൾ ഏത് ജനറേഷനാണ് എന്നത് ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സിമ്പിളുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ സിമ്പിൾസ് എന്തിനാ, ചിലർക്ക് വായിച്ചു നോക്കി തന്നെ ആൻസർ എഴുതാൻ പറ്റും. എങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ, ഇപ്പോൾ ഈ ബിയിൽ നിന്ന് എക്സിലോട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കിയാൽ ഈ ഡയഗ്രാം നോക്കി നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. മനസ്സിലായോ? ഞാൻ സ്പീഡ് ഒട്ടും കൂട്ടുന്നില്ല,
വളരെ പതുക്കെ വളരെ സാവകാശം ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാം. അതുകൊണ്ട് തന്നെ ചില ആളുകൾ പറയും സാർ ഇത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടും. ഞാൻ അങ്ങനെ പറയാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ വേവ് ലെങ്ത് അല്ലല്ലോടാ. ചിലർക്ക് ഒന്ന് പതുക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതിനോട് വേണ്ടിയിട്ടാണ് പതുക്കെ പറയുന്നത്, നിങ്ങളോടൊപ്പം ചേർന്ന് ചെയ്യുന്നത്. ദാ നോക്കി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി. എന്താ കുറെ റെപ്രസെന്റ് a plus b means a is the daughter of b, a minus b means a is the brother of b, a into b means a is the sister of b, a divided by b means a is the son of b. ഇത് 2025 ഷിഫ്റ്റ് 2-ൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. എന്നിട്ട് ദാ ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ തന്നു. ഈ റെപ്രസെന്റേഷൻ നമ്മളൊന്ന് വരച്ച് കാണിക്കണം. ഇത് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇ പ്ലസ് എഫ് എന്ന് വെച്ചാൽ എ പ്ലസ് ബി എന്തിനാ ഡിനോട്ട് ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. എ ഈസ് ദ ഡോട്ടർ ഓഫ് ബി. അപ്പൊ ഇ പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ ഈസ് ദ ഡോട്ടർ ഓഫ് എഫ് എന്നല്ലേ മക്കളെ? വല്ല തർക്കമുണ്ടോ? ഇ പ്ലസ് എഫിനെ എ പ്ലസ് ബി എങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്നുള്ളത് പോലെ ചെയ്താൽ മതി. അപ്പൊ ഇ ഈസ് ദ ഡോട്ടർ ഓഫ് എഫ്. ഇനി എന്താ എഫ് ഇൻറ്റു ജി? എഫ് ഇൻറ്റു ജി എന്ന് വെച്ചാൽ എഫ് ഈസ് ദ സിസ്റ്റർ ഓഫ് ജി എന്നല്ലേ? എഫ് ഈസ് ദ സിസ്റ്റർ ഓഫ് ജി എന്നല്ലേ? കാരണം എന്താണ്? ഇൻറ്റു എ ഇൻറ്റു ബി, എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി എന്നാ. അപ്പൊ എഫ് ഇൻറ്റു ജി, എഫ് ഈസ് ദ സിസ്റ്റർ ഓഫ് ജി എന്നാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ജി മൈനസ് എച്ച്. എന്താ ജി മൈനസ് എച്ച്? എ മൈനസ് ബി എന്താണെന്ന് നോക്കണം. എ മൈനസ് ബി എന്താ? എ ഈസ് ദ ബ്രദർ ഓഫ് ബി. അപ്പൊ ജി മൈനസ് എച്ച് എന്ന് വെച്ചാൽ ജി ഈസ് ദ ബ്രദർ ഓഫ് എച്ച്. അപ്പൊ ഞാൻ ഈ പ്ലസും മൈനസും മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി. എച്ച്. ഇനി എച്ച് ഡിവിഷൻ ഐ. എച്ച് ഡിവിഷൻ എച്ച് ഈസ് ദ സൺ ഓഫ് ഐ എന്നല്ലേ വരുന്നത്? എച്ച് ഈസ് ദ സൺ ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിവിഷൻ ബി എന്ന് വെച്ചാൽ എ ഈസ് ദ സൺ ഓഫ് ബി എന്നാ. അപ്പൊ എച്ച് ഡിവിഷൻ എന്ന് വെച്ചാൽ എച്ച് ഈസ് ദ സൺ ഓഫ് ഐ എന്ന് പറയുമ്പോൾ ജനറേഷൻ മുകളിലാണ് വരുന്നത്. ഇതാ ഡയഗ്രം കണ്ടു. ഐയുടെ ജെൻഡർ അറിയാത്തതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്യാഞ്ഞത്. ചിലപ്പോൾ അമ്മയും ആകാം അച്ഛനും ആവാം. ഇനി എന്താ ക്വസ്റ്റ്യൻ? ഹൗ ഈസ് ജി റിലേറ്റഡ് ടു ഇ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട. ഹൗ ഈസ് ജി റിലേറ്റഡ് ടു ഇ എന്ന് വെച്ചാൽ ജിയുടെ ആരാണ് ഇ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ജി റിലേറ്റഡ് ടു ഇ എന്ന് പറഞ്ഞാൽ ഇയുടെ ആരാണ് ജി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇയുടെ ആരാണ് ജി. അപ്പൊ ജി റിലേറ്റഡ് ടു ഇ എന്ന് പറഞ്ഞാൽ ചില ആളുകളെങ്കിലും നോക്കും ജിയുടെ ആരാണ് ഇ. ജിയുടെ ആരാണ് ഇ എന്ന് നോക്കുമ്പോൾ അവർ പെട്ടെന്ന് നോക്കും ജിയുടെ ആരാ? ജിയുടെ സഹോദരിയുടെ മകളാണ്. നോക്കുമ്പോൾ ആൻസർ ഉണ്ട് സിസ്റ്റേഴ്സ് ഡോട്ടർ. നമ്മൾ പെട്ടെന്ന് കയറി ആൻസർ അങ്ങ് ചെയ്യും. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈയുടെ ആരാണ് ജി എന്നാ. അപ്പൊ ഈയുടെ ആരാണ് ജി എന്ന് പറയുമ്പോൾ ഈയുടെ അമ്മയുടെ ബ്രദർ ആണ്. അപ്പൊ എന്താ വരുന്നത് പറഞ്ഞേ? മദേഴ്സ് അമ്മയുടെ ബ്രദർ, മദേഴ്സ് ബ്രദർ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി. ഇവിടെ മറ്റേ ഓപ്ഷനും കാണും, പക്ഷെ അത് സെലക്ട് ചെയ്താൽ അത് ശരിയാണോ? അത് തെറ്റാണ്. അപ്പൊ ഹൗ ഈസ് ജി റിലേറ്റഡ് ടു ഇ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈയുടെ ആരാണ് ജി എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത് എന്ന് കൃത്യമായി ഓർത്തിരിക്കുക. സംഭവം മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ പതുക്കെ പറയത്തുള്ളൂ, ഞാൻ വലിച്ചു നീട്ടത്തില്ല. പതുക്കെ നിങ്ങളോടൊപ്പം സഞ്ചരിച്ച് പറയാം. ഈ പെർസെൻറ്റേജ് എൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെടുക്കണം? ഈ ഈസ് ദ ഇസഡ് പെർസെൻറ്റേജ് എച്ച് എന്താണെന്ന് നോക്കിയാൽ മതി. ഈ ഈസ് ദ ബ്രദർ ഓഫ് എൽ. ഈ ഈസ് ദ ബ്രദർ ഓഫ് എൽ. തർക്കമുണ്ടോ കാര്യത്തിൽ? ഈ പെർസെൻറ്റേജ് എൽ എന്ന് പറയുമ്പോൾ ഇസഡ് പെർസെൻറ്റേജ് എച്ച് എന്താണെന്ന് നോക്കിയാൽ മതി. ഈ ഈസ് ദ ബ്രദർ ഓഫ് എൽ. ഇനി എന്താ? എൽ ഹാഷ് ആർ. എൽ ഹാഷ് എൽ ഈസ് ദ സിസ്റ്റർ ഓഫ് ആർ. എൽ ഈസ് ദ സിസ്റ്റർ ഓഫ് ആർ. അത് മാർക്ക് ചെയ്തു. ഇനി ആർ പ്ലസ് ബി. എന്താണ് ആർ പ്ലസ് ബി? ആർ ഈസ് ദ ഡോട്ടർ ഓഫ് ബി. ആർ ഈസ് ദ ഡോട്ടർ ഓഫ് ബി. ക്വസ്റ്റ്യൻ എന്താ? ബേസ്ഡ് ഓൺ ദ എബോ ആർ ഈസ് റിലേറ്റഡ് ടു ഇ എന്ന് വെച്ചാൽ ഈയുടെ ആരാണ് ആർ എന്നാണ്. ഈയുടെ ആരാ മക്കളെ? ആറ്. ഈയുടെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഈക്ക്, എല്ലും ആറും. അതിലൊരു സിസ്റ്റർ അല്ലേ ആരെന്ന് പറയുന്ന ആറ്. അപ്പോൾ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സിസ്റ്റർ ആണ് റൈറ്റ് ഉത്തരം വരുന്നത്. അപ്പം ഞാൻ ആ മാർക്ക് ചെയ്ത രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? സിമ്പിൾ ആയിട്ട് ഇത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇത്തരം ക്വസ്റ്റ്യൻസ് ഇതും ഷിഫ്റ്റ് 3-ൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി പറ ഇതപ്പോൾ അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇത് ഓരോന്ന് നോക്കിയാൽ മതി. പി പ്ലസ് ക്യൂ. എന്താ പി പ്ലസ് ക്യൂ എന്ന് വെച്ചാൽ പി ഈസ് ദ ഡോട്ടർ ഓഫ് ക്യൂ. പി ഈസ് ദ ഡോട്ടർ ഓഫ് ക്യൂ. ഇനി അടുത്ത് എന്താ? ക്യൂ മൈനസ് ആർ. എന്താ? ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. ഓക്കെ, ഇനി ആർ ഡിവിഷൻ എസ്. എന്താണ്? ആർ ഈസ് ദ ഫാദർ ഓഫ് എസ്. ആർ ഈസ് ദ ഫാദർ ഓഫ് എസ്. എസിന്റെ ജെൻഡർ പറഞ്ഞിട്ടില്ല. എസ് ഇൻറ്റു ടി. എസ് ഇൻറ്റു ടി എന്ന് വെച്ചാൽ എസ് ഈസ് ദ വൈഫ് ഓഫ് ടി. എസ് ഈസ് ദ വൈഫ് ഓഫ് ടി. ഇനി നിങ്ങൾ പറ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഹൗ ഈസ്
പി റിലേറ്റഡ് ടു ടി, അതായത് ടിയുടെ ആരാണ് പി? പറ, ടിയുടെ ആരാണ് പി? ടിയുടെ വൈഫിന്റെ അച്ഛന്റെ ബ്രദറിന്റെ മകളാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓപ്ഷനകത്ത് നോക്കാം. ടിയുടെ വൈഫിന്റെ, വൈഫ്സ് ഫാദേഴ്സ് ബ്രദേഴ്സ് ഡോട്ടർ, ഏതാണ് നമുക്ക് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ഉത്തരം വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്ത ബ്ലഡ് റിലേഷൻ പാടാണോ മക്കളെ? ഒരിക്കലും പാടില്ല. നിങ്ങളിത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ സ്പീഡിൽ ചെയ്യാം. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി വളരെ പതുക്കെ പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്യാം. പി ഇൻറ്റു ക്യൂ എന്താ മക്കളെ? പി ഈസ് ദ വൈഫ് ഓഫ് ക്യൂ. പി ഈസ് ദ വൈഫ് ഓഫ് ക്യൂ. ക്യൂ മൈനസ് ആർ, എന്താണ് ക്യൂ മൈനസ് ആർ മാർക്ക് ചെയ്യേണ്ടത്? ക്യൂ ഈസ് ദ ബ്രദർ ഓഫ്, ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. ഇനി ആർ ഡിവിഷൻ എസ്, ആർ ഈസ് ദ ഫാദർ ഓഫ്, ആർ ഈസ് ദ ഫാദർ ഓഫ് എസ്. ഇനി എന്താ പറയുന്നത്? എസ് പ്ലസ് ടി, എസ് പ്ലസ് ടി എന്താ? എസ് ഈസ് ദ ഡോട്ടർ ഓഫ് ടി, എസ് ഈസ് ദ ഡോട്ടർ ഓഫ് ടി. അപ്പം ആറിന്റെ വൈഫാണ് ടി. എസ് ഈസ് ദ ഡോട്ടർ ഓഫ് ടി. ഫാദർ ആറാണ്, അപ്പോൾ എസ് ഈസ് ദ ഡോട്ടർ ഓഫ് ടി. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഈസ് പി റിലേറ്റഡ് ടു ടി? ടിയുടെ ആരാണ് പി? ടിയുടെ ആരാ മക്കളെ പി? ടിയുടെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ വൈഫ്, ഹസ്ബൻഡ്സ് ബ്രദർ വൈഫ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ ഇത്. ഒരു ടെൻഷനും വേണ്ട. സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് ചെയ്തെടുക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ സിമ്പിളായിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ചെയ്തെടുക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ്, വീണ്ടും ഇവിടെ ഇതെല്ലാം ഈ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സി മൈനസ് ഡി, നിങ്ങൾ നോക്കണം. സി മൈനസ് ഡി എന്ന് വെച്ചാൽ എന്താ? സി ഈസ് ദ ഡോട്ടർ ഓഫ് ഡി. ഓക്കെ, സി ഈസ് ദ ഡോട്ടർ ഓഫ് ഡി. സംശയം വല്ലതും ഉണ്ടോ? എ മൈനസ് ഡി എന്താ നോക്കിയാൽ മതി. സി മൈനസ് ഡി, സി ഈസ് ദ ഡോട്ടർ ഓഫ് ഡി. ഇനി ഡി ഡിവിഷൻ ഇ, എന്താണ് ഡി ഡിവിഷൻ ഇ? ഡി ഈസ് ദ ബ്രദർ ഓഫ് ഇ. ഡി ഈസ് ദ ബ്രദർ അല്ലേ? ഡി ഈസ് ദ ബ്രദർ ഓഫ്, ഡി ഈസ് ദ ബ്രദർ ഓഫ് ഇ. ഓക്കെ, ഡി ഈസ് ദ ബ്രദർ ഓഫ് ഇ. ഡി ഈസ് ദ ബ്രദർ ഓഫ് ഇ. ഓക്കെ, ഡി ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഡി ഈസ് ദ ബ്രദർ ഓഫ് ഇ. ഇനി എന്താ? ഇ ഇൻറ്റു എഫ്. എന്താണ് ഇ ഇൻറ്റു എഫ്? ഇ ഈസ് ദ സൺ ഓഫ്, ഇ ഈസ് ദ സൺ ഓഫ് എഫ്. ഓക്കെ, ഇ ഈസ് ദ സൺ ഓഫ് എഫ്. എഫ് പ്ലസ് ജി, എന്താണ് എഫ് പ്ലസ് ജി? എഫ് ഈസ് ദ മദർ ഓഫ്, എഫ് ഈസ് ദ മദർ ഓഫ് ജി. അപ്പോൾ ഇവിടെ ഒരു എഫിന് ഒരു കുട്ടി കൂടി ഉണ്ട്, അതാരാണ്? ജി ആണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ മാർക്ക് ചെയ്തു, ജനറേഷൻസ് എല്ലാം മാർക്ക് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ ഈസ് എഫ് റിലേറ്റഡ് ടു സി എന്ന് വെച്ചാൽ സിയുടെ ആരാണ് എഫ്? സിയുടെ ആരാണ് എഫ്? പറഞ്ഞ മക്കളെ, സിയുടെ അച്ഛൻ്റെ അമ്മയാണ്, ഫാദേഴ്സ് മദർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ വൃത്തിയായി ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തെറ്റും വരാതെ ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന സാധനം മാത്രമേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ സാവകാശമാണ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങൾ എന്നോടൊപ്പം പ്രാക്ടീസ് ചെയ്തിട്ട് ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചെയ്ത് നോക്കാം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും പറഞ്ഞു തരാം. വളരെ സാവകാശം മാത്രമായിരിക്കും ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. സി മൈനസ് ഡി, പറഞ്ഞ മക്കളെ, സി മൈനസ് ഡി. സി ഈസ് ദ വൈഫ് ഓഫ് ഡി. സി ഈസ് ദ വൈഫ് ഓഫ് ഡി. മാർക്ക് ചെയ്തു. ഡബിൾ ലൈൻ ഒക്കെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. സി ഈസ് ദ വൈഫ് ഓഫ് ഡി. ഇനി എന്താ? ഡി ഇൻറ്റു ഇ, എന്താണ്? ഡി ഈസ് ദ ബ്രദർ ഓഫ് ഇ. ഡി ഈസ് ദ ബ്രദർ ഓഫ് ഇ. ഓക്കെ, ഇനി ഇ ഡിവിഷൻ എഫ്. ഇ ഈസ് ദ ഡോട്ടർ ഓഫ് എഫ്. ഇ ഈസ് ദ ഡോട്ടർ ഓഫ് എഫ്. എഫ് പ്ലസ് ജി, എന്താ? എഫ് ഈസ് ദ ഫാദർ ഓഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഫാദർ ഓഫ് ജി. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഈസ് സി റിലേറ്റഡ് ടു എഫ്? സി റിലേറ്റഡ് ടു എഫ് എന്ന് പറഞ്ഞ് ഹൗ ഈസ് എഫ് റിലേറ്റഡ് ടു സി എന്ന് വെച്ചാൽ സിയുടെ ആരാണ് എഫ്? സിയുടെ ആരാണ് എഫ്? സിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. ഹസ്ബൻഡിൻ്റെ അച്ഛൻ, ഹസ്ബൻഡ്സ് ഫാദർ. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ സാവകാശം ചെയ്ത് ആ രീതി പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറേ പേര് ബ്ലഡ് റിലേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഇത് മാത്രം എടുത്ത് നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യൻ അതേപോലെ സിമ്പലുകളല്ല, മറിച്ച് ഡയറക്റ്റ് തന്നിരിക്കുക. ഒരു കൺഫ്യൂഷനും വേണ്ട, നമുക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ വായിച്ചേ. പി ഈസ് ദ സിസ്റ്റർ ഓഫ് ആർ. പി സിസ്റ്റർ ആണ്, അതുകൊണ്ടാണ് ഞാൻ മൈനസ് കൊടുത്തത്. പി ഈസ് ദ സിസ്റ്റർ ഓഫ് ആര്? ആർ. പി ഈസ് ദ സിസ്റ്റർ ഓഫ് ആർ. ഓക്കെ, ആർ ഈസ് ദ
ഫാദർ ഓഫ് ക്യൂ. ആർ ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. ആർ അടുത്ത ജനറേഷനാണ്. ആർ ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. എസ് ഈസ് ദ വൈഫ് ഓഫ് ക്യൂ. എസ് ഈസ് ദ വൈഫ് ഓഫ് ക്യൂ. എസ് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ വൈഫാണ്. ഓക്കെ. ടി ഈസ് ദ ഡോട്ടർ ഓഫ് എസ്. ടി ഈസ് ദ ഡോട്ടർ ഓഫ് എസ്. ഓക്കെ, ടി ഈസ് ദ ഡോട്ടർ ഓഫ് എസ്. ഓക്കെ, അപ്പോൾ ജനറേഷനുകളെല്ലാം മനസ്സിലായല്ലോ. ഇനി ഹൗ ഈസ് പി റിലേറ്റഡ് ടു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിയുടെ ആരാണ് പി എന്നാണ്. ടിയുടെ ആരാണ് പി? ടിയുടെ അച്ഛൻ്റെ സിസ്റ്റർ. ഫാദേഴ്സ് സിസ്റ്റർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. വല്ല കൺഫ്യൂഷനും ഉണ്ടോ? അപ്പോൾ ഡയഗ്രാം കറക്റ്റായിട്ട് വരച്ചാൽ ഇതേത് ജനറേഷനാണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിനകത്ത് വല്ല പ്രശ്നമുണ്ടോ? അതാണ് ഡയഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പിന്നെ ആകെ തെറ്റ് വരാൻ സാധ്യതയുള്ളത് പി റിലേറ്റഡ് ടു ടി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ അങ്ങ് ചിന്തിക്കരുത് പിയുടെ ആരാണ് ടി എന്ന് ചിന്തിക്കരുത്. എന്താണ് ടിയുടെ ആരാണ് പി എന്നാണ് കറക്റ്റായിട്ട് ചിന്തിക്കേണ്ടത്. അത് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇതാ നോക്ക്, ഓ ഡിവിഷൻ എം. ഓ ഡിവിഷൻ സിമ്പിൾ കൊടുത്താൽ ഓ ഈസ് ദ ഫാദർ ഓഫ് എം. ഓ ഈസ് ദ ഫാദർ ഓഫ് എം. ഇനി എം ഈ സിമ്പിൾ ഐ. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എം ഈസ് ദ വൈഫ് ഓഫ് ഐ. എം ഈസ് ദ വൈഫ് ഓഫ് ഐ എന്നല്ലേ? ഇനി ഐ ഈ സിമ്പിൾ എന്താണ് വരുന്നത്? ഐ ഈസ് ദ ബ്രദർ ഓഫ് ടി. ഐ ഈസ് ദ ബ്രദർ ഓഫ് ടി. ഓക്കെ, ഐ ഈസ് ദ ബ്രദർ ഓഫ് ടി. ഇനി ടി ലെസ് ദാൻ ടി ഈസ് ദ സൺ ഓഫ്. ടി ഈസ് ദ സൺ ഓഫ് ആരാണ്? യെസ്, ടി ഈസ് ദ സൺ ഓഫ് എസ്. ഓക്കെ, ഇനി എന്താണ്? ഹൗ ഈസ് ഓ റിലേറ്റഡ് ടു എസ്? എസിൻ്റെ ആരാണ് ഓ? എസിൽ നിന്ന് നോക്കുമ്പോൾ എസിൻ്റെ മകൻ്റെ ബ്രദറിൻ്റെ, അതായത് എസിൻ്റെ മകൻ്റെ വൈഫിൻ്റെ അച്ഛൻ. സൺസ് വൈഫ്സ് ഫാദർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും വേണ്ട. ഡയഗ്രാം കൃത്യമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന മാർക്ക് മാത്രമാണ് ഏതെന്ന് പറയുന്നത് ബ്ലഡ് റിലേഷനിലെ ഒരു ക്വസ്റ്റിനും അതിൽ നിന്ന് കിട്ടുന്ന 2 മാർക്കും. ഒരു സംശയം വേണ്ട, ചിലപ്പോൾ ഒരു ക്വസ്റ്റിനൂടെ ചോദിച്ചെന്നിരിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ബ്ലഡ് റിലേഷൻ മനസ്സിലായ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തില്ല, ഏതാനും ചില ക്വസ്റ്റ്യനിലൂടെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് സിമ്പലുകൾ ഉപയോഗിക്കുന്നതെന്നും ആ സിമ്പൽസ് ഉപയോഗിച്ച് ഡയഗ്രാം വരയ്ക്കുന്നതെന്നുമാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മിക്സഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടന്റുമായിട്ട് വരാം. ഏതെങ്കിലും ടോപ്പിക്ക് മാത്രം ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ടോപ്പിക്ക് മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. വീണ്ടും ഞാൻ പറയുന്നു, നമ്മുടെ എല്ലാ അക്കാഡമികളിലും പുതിയ ഓഫ്ലൈൻ ബാച്ച് SSC GDക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വീക്കുകളിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ആളുകളും ചുരുങ്ങിയത് ഒരു 2 മാസത്തെ സമയം നമ്മുടെ ഫ്രണ്ടിൽ ആ ടൈം മതി നമുക്ക്. SSC GD പോലെ ഒരു എക്സാം ഒരിക്കലും ഒരു ടഫസ്റ്റ് എക്സാം അല്ല. വൃത്തിയായി പഠിക്കുകയാണെങ്കിൽ 2 മാസം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.